പ്രിയപ്പെട്ടവരെ, ഫെബ്രുവരി 21 റെഡ് ബുക്ക് ഡേയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ച് തുടങ്ങിയിരുന്നതാണ്. 4-5 ദിവസമായി നടത്തേണ്ടുന്ന ഒരു വിഷയം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നത് കേരളമടക്കം 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. മാർച്ച് മാസം 10 ആവുമ്പോഴേക്കും മിക്കവാറും തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി വരും. അപ്പൊ പിന്നെ ഏപ്രിൽ പകുതിയോടുകൂടി ഇലക്ഷനായി. അപ്പൊ ഇനിയത്തെ കാലം, ഇനിയുള്ള ദിവസങ്ങളിൽ ഇലക്ഷൻ രാഷ്ട്രീയം പറയുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ട് ഈ തുടങ്ങിവെച്ച കാര്യം എന്നെ സംബന്ധിച്ച് ഇതൊരു അസമയമാണ്. സാധാരണ രാത്രി 9-9:30 ഇത്തരത്തിലുള്ള പ്രഭാഷണം നടത്തിപ്പോരുന്നത്. ഇന്ന് പകല് കുറച്ച് സമയം വീണ് കിട്ടിയത് കൊണ്ട് മുൻകൂറായി ഒരു അനൗൺസ്മെന്റും ഇല്ലാതെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ കാലിക പ്രസക്തി റെഡ് ബുക്ക് ഡേയുടെ ദിനാചരണത്തിൽ നടത്തി പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. മാർസാണ് ഈ സമൂഹത്തിലെ വിപരീതങ്ങളെ സംബന്ധിച്ച്, അത് തൊഴിലാളി മുതലാളി എന്ന് പറയുന്ന വിപരീതങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചത്. 1-ാമത്തെ അധ്യായത്തിൽ നാളിതുവരെ നിലനിന്നിട്ടുള്ള സമൂഹങ്ങളുടെ ചരിത്രം വർഗസമരത്തിന്റെ ചരിത്രം എന്നാണ് മാർക്സ് പറഞ്ഞത്. ആ വർഗങ്ങളെ സംബന്ധിച്ചും വർഗസമരത്തെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. പഞ്ചഘട്ട സിദ്ധാന്തങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം വളർന്നത് എന്ന് ഞാനും പറഞ്ഞു, മാർക്സ് പറഞ്ഞു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ. പ്രാകൃത കമ്മ്യൂണിസം, അടിമത്തം, ഫ്യൂഡലിസം, മുതലാളിത്തം, അത് കഴിഞ്ഞാൽ സോഷ്യലിസത്തിലേക്ക് എത്താം. പ്രാകൃത കമ്മ്യൂണിസം ഒരു വർഗരഹിത സമൂഹമായിരുന്നു. എന്നാൽ അടിമത്തവും ഫ്യൂഡലിസവും മുതലാളിത്തവും വർഗ വിഭജിതമായ സമൂഹങ്ങളായിരുന്നു. അടിമത്തത്തിലെ വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയുമായിരുന്നു. ഫ്യൂഡലിസത്തിന്റെ വർഗങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ജമ്മിയും കുടിയാനുമായിരുന്നു. മുതലാളിത്തത്തിന്റെ വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുതലാളിയും തൊഴിലാളിയുമാണ്. ഇതിൽ മാർക്സ് തന്നെ ഈ വർഗങ്ങളെ വിലയിരുത്തിയിരുന്നു. അടിമത്തത്തിലെ അടിമ, ഫ്യൂഡലിസത്തിലെ കുടിയാൻ, മുതലാളിത്തത്തിലെ തൊഴിലാളി, ഇത് മുഴുവൻ മാർക്സ് വിലയിരുത്തിയിട്ട് പറഞ്ഞു, ബൂർഷ്വാസി തന്നെ ചരിത്രപരമായി നോക്കിയാൽ വിപ്ലവകരമായ ഒരു പങ്ക് ഈ മാറ്റത്തിന് വഹിച്ചിട്ടുണ്ട് എന്ന് മാർക്സ് തന്നെ പറഞ്ഞു വെച്ചതാണ്. അതുപോലെ മറുവശത്ത് മാർക്സ് പറഞ്ഞു, അടിമത്തത്തിലെ അടിമയെക്കാളും ഫ്യൂഡലിസത്തിലെ കുടിയാനെക്കാളും മുതലാളിത്തത്തിലെ തൊഴിലാളി എന്ന് പറഞ്ഞാൽ കൂടുതൽ വിപ്ലവകാരികളും പുരോഗമനകാരികളുമാണ് എന്നാണ് മാർക്സ് അന്ന് പറഞ്ഞു വെച്ചത്. അതെന്താന്ന് വെച്ചാൽ കാലത്തിന്റെ മാറ്റം, അത് നമുക്ക് മറന്നുകൊണ്ട് പോകാനൊന്നും കഴിയില്ല. ആ മാറ്റം മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സ് ഇതെല്ലാം പറഞ്ഞു വെച്ചത്. കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തെന്നില്ലാത്ത വളർച്ച ഉണ്ടാവുകയല്ലേ, ആവിശക്തിയും യന്ത്രോപകരണങ്ങളും വ്യാവസായിക ഉൽപാദനത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തി. അതോടുകൂടി ഇന്നത്തെ പടുകൂറ്റൻ വ്യവസായങ്ങൾ, ഫാക്ടറി തൊഴിലിന്റെ സ്ഥാനം പിടിച്ചു. മാർക്സ് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഇന്നത്തെ ബൂർഷ്വാസി തന്നെ എങ്ങനെ ദീർഘകാലത്തെ വികാസത്തിന്റെ
ഉൽപാദന വിനിമയ രീതികളിലുണ്ടായി വിപ്ലവ പരമ്പരകളുടെ സന്താനമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായി നോക്കുമ്പോൾ ഇന്നത്തെ മുതലാളിത്തത്തെ സംബന്ധിച്ചു, ആ മുതലാളിത്തത്തിന്റെ അകത്ത് വളർന്നു വരുന്ന തൊഴിലാളി വർഗത്തിന്റെ സവിശേഷമായ കഴിവുകളെ സംബന്ധിച്ചു മാർക്സ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ബൂർഷ്വാസി ഇന്ന് നമ്മൾ കാണുന്ന, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എന്തു പറയാൻ, എല്ലാ ചെറ്റത്തരങ്ങളും, അങ്ങനെയാണ് എൻ്റെ നാവിൽ വന്നത്, എല്ലാ ചെറ്റത്തരങ്ങളുടെയും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബൂർഷ്വാസിക്കാണ്, മുതലാളിത്തത്തിനാണ്. ബൂർഷ്വാസി കുടുംബത്തിന്റെ വൈകാരികമായ ആവരണം എടുത്തു മാറ്റുകയും കുടുംബത്തെ വെറുമൊരു പണത്തിന്റെ ബന്ധമായി ചുരുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും സവിശേഷകരമായ ഒരു പ്രത്യേകതയെ സംബന്ധിച്ചാണ് 1848 മഹാനായ മാർക്സ് ഏംഗൽസ് എഴുതി വെച്ചത്. കുടുംബ ബന്ധങ്ങളിൽ നിലവിലിരിക്കുന്ന വൈകാരികമായ ആവരണമില്ലാതാവുകയും കുടുംബ ബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങലിന്റെ അടിസ്ഥാനത്തിലായി തീരുകയും ചെയ്യും എന്നാണ് മാർക്സ് പറഞ്ഞു വെച്ചത്. നോക്കണം, ഇത് കേരളീയ സമൂഹത്തിലടക്കം വന്ന മാറ്റങ്ങൾ നോക്കൂ. എല്ലാത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലല്ലേ, രൊക്കം നയാ പൈസയല്ലേ, അതാണ് മാർക്സ് പറഞ്ഞത്. അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തുമാത്രം പഠനത്തിന്റെ അപഗാഢമായ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1848 അത്തരത്തിലൊരു നിഗമനത്തിലേക്ക്, വിലയിരുത്തലിലേക്ക് മാർക്സിന് ചെന്നെത്താൻ കഴിഞ്ഞത് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. അതുപോലെ പറഞ്ഞില്ലേ, ഉൽപാദനോപകരണങ്ങളിലും തദ്വര ഉൽപാദന ബന്ധങ്ങളിലും അതോടൊപ്പം സാമൂഹ്യ ബന്ധങ്ങളിൽ ഒട്ടാകെയും നിരന്തരം വിപ്ലവകരമായ പരിവർത്തനം വരുത്താതെ ബൂർഷ്വാസിക്ക് നിലനിൽക്കാനാവില്ല. ശാസ്ത്ര സാങ്കേതിക രംഗം ഇങ്ങനെ കുതിച്ചു മുന്നേറുകയാണ്. നമ്മൾ കരുതുന്നത് എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികൾ കൊണ്ടുവന്നിരിക്കുന്ന സൂത്രങ്ങളെന്നാണ്. IT, ഇൻഫർമേഷൻ ടെക്നോളജി, അത് ബയോടെക്നോളജി ആയില്ലേ, അത് പിന്നെ നാനോ ടെക്നോളജി ആയില്ലേ, അത് പിന്നെ വളർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയില്ലേ, ഇന്ന് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആയില്ലേ. ഇതൊക്കെ ആർക്ക് വേണ്ടി? തീർച്ചയായും അതിലൂടെ കുറെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് പണിയെല്ലാം കിട്ടിയെന്നിരിക്കും. പക്ഷെ മാർക്സ് അന്നേ പറഞ്ഞു വച്ചു, എന്താ അത് പറഞ്ഞത്? നിരന്തരം വിപ്ലവകരമായ പരിവർത്തനം വരുത്താതെ ബൂർഷ്വാസിക്ക് നിലനിൽപ്പില്ല, അവന് പിടിച്ചു നിൽക്കാനാവില്ല. അവന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, പുതിയ പുതിയ നൂതനങ്ങളായ ആശയങ്ങൾ, ടെക്നോളജികൾ ഉപയോഗിച്ചേ മതിയാവൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് നമുക്കറിയും, 1991 മുതൽ ലോക രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ആഗോളീകരണമാണ്, ആഗോളവൽക്കരണമാണ്. ഇപ്പം ആരും അതിനെപ്പറ്റി പറയുന്നതുമില്ല. 35 വർഷമായതുകൊണ്ടുകൂടി 3.5 പതിറ്റാണ്ട് കഴിഞ്ഞതോടുകൂടി ആഗോളീകരണം എന്ന് പറയുന്ന ആ പുത്തൻ പ്രതിഭാസത്തെ പറ്റി ഇന്നിപ്പോ പഴഞ്ചനായി, നമ്മൾ മിണ്ടുന്നില്ല. അതിന്റെ ദുരന്തമല്ലേ മുഴുവൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3.5 പതിറ്റാണ്ടിന് ശേഷം ആഗോളവൽക്കരണത്തിന്റെ നേട്ടമെന്ത് എന്ന് പരിശോധിച്ചാൽ ഓക്സ്ഫാം പോലുള്ള ഏജൻസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ലോകരാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇൻഇക്വാലിറ്റി, അസമത്വം വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പൊ ഇന്ത്യയിലെ ഭരണാധികാരികൾ ലോക ഇൻഡെക്സിൽ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയെ 4-ാമത് 3-ാമത് കയറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ജപ്പാനെ പിന്തള്ളിക്കൊണ്ടിതാ ഇന്ത്യ മുകളിലേക്ക് കയറാൻ പോകുന്നു. എങ്ങനെയാ കയറുന്നത്? പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകമിന്റെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാ കണക്കാക്കുന്നത്? ടോട്ടൽ ഇൻകം, ആകെ വരുമാനത്തിനെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകമായി. ഇവിടെ ആകെ വരുമാനം കുറയോ? കൂടുകയല്ലേ. ആരുടെ വരുമാനമോ കൂടുന്ന? ഇവിടെ 140 കോടി ജനങ്ങളുടെ വരുമാനം കൂടുന്നില്ലല്ലോ. അതിലെ 99% ജനങ്ങളുടെ വരുമാനം പ്രതിവർഷം കുറഞ്ഞു പോവുകയാണ്. പിന്നെ എങ്ങനെയാ കൂടുന്നേ?
2014 ഇന്ത്യക്കകത്ത് 20ാം സ്ഥാനത്തുണ്ടായിരുന്ന ഗൗതം അദാനി എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആ നിലയിലെത്തിയില്ലേ? 10 വർഷം കൊണ്ടുള്ള മാറ്റമില്ലേ? അപ്പൊ അദാനിയുടെ ഇൻകം, അദ്ദേഹത്തിന്റെ വരുമാനം ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അംബാനിയുടെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? എല്ലാ കോർപ്പറേറ്റുകളുടെയും പേരുകൾ ഓരോന്നോരോന്നായി എടുത്ത് പറയാൻ ഞാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അവരുടെ വരുമാനം കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വരുമാനം അളന്നു നോക്കുമ്പോൾ വരുമാനം കൂടുന്നു. ആ വരുമാനത്തിനെ എന്ത് ചെയ്യാണ് നമ്മള്? ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ കൂടുകയോ കുറയോ? കൂടും. അതിന്റെ അടിസ്ഥാനത്തിലാണ് IMFന്റെ നേതാക്കന്മാരടക്കം പറഞ്ഞില്ലേ, ഇന്ത്യയിലെ കണക്ക് കൂട്ടൽ പൊള്ളയാണ് എന്ന് പറഞ്ഞില്ലേ? അവരുടെയൊക്കെ ഇത് സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇത് മറികടക്കണമെങ്കിൽ എന്ത് വേണം? ഈ ആഗോളീകരണ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവുന്നു. ആ മുന്നേറ്റമില്ലാതെ ബൂർഷ്വാസിക്ക് നിലനിൽക്കാനാവുന്നില്ല. അവനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്നലകളിൽ ഉണ്ടായിരുന്ന എണ്ണം ഉൽപ്പന്നമല്ലല്ലോ ഇപ്പോൾ ഉണ്ടാവുന്നേ. അത് അങ്ങനെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ പണ്ട് നമ്മുടെ കയ്യിലിരുന്ന മൊബൈൽ എന്താ? ഞാൻ ഇപ്പം മൊബൈലിലല്ലേ പ്രസംഗിക്കുന്നേ. പണ്ട് സീമൻസ് എന്ന് പറയുന്ന ഒരു മൊബൈല് വയർലെസ് പോലെ ഒരു കുറ്റിയെല്ലാം വെച്ച് അങ്ങനെയല്ലേ കണ്ടത്. ഇന്ന് എത്രയെല്ലാം മൊബൈലുകൾ, എന്തെല്ലാം ടൈപ്പിലുള്ള മൊബൈലുകൾ, നൂതനങ്ങളായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന മൊബൈലുകൾ. അതിന്റെ പ്രൊഡക്ഷനോ അളവറ്റ തരത്തിലല്ലേ? അങ്ങനെ അളവറ്റ തരത്തിൽ ഉണ്ടാക്കുന്ന മൊബൈലുകൾ വിറ്റഴിക്കണ്ടേ? അത് വിറ്റഴിക്കണമെങ്കിൽ ഇതുണ്ടാക്കുന്ന മുതലാളിമാർക്ക് രാജ്യത്തിന്റെ അതിർത്തികൾ, വേലിക്കെട്ടുകൾ പൊളിച്ചുകൊണ്ട് ഭൂമണ്ഡലമെങ്ങും ഓടി നടക്കണം. അതല്ലേ ആഗോളവൽക്കരണം? അപ്പൊ മുതലാളിമാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ മുതലാളിമാരുടെ ഏജൻസിക്ക്, എക്സിക്യൂട്ടീവ്സിന് രാജ്യത്തിന്റെ വേലിക്കെട്ടുകൾ തള്ളി നീക്കിക്കൊണ്ട് ഭൂമണ്ഡലമെങ്ങും ഓടി നടക്കണം. അവന് പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. ഇതിപ്പോ രതീന്ദ്രൻ പഠിച്ചു പറയുന്നതല്ല. ഇത് 1848 മാർക്സ് എഴുതി വെച്ചതാണ്. എങ്ങനെയാ എഴുതി വെച്ചത്? ഉൽപ്പന്നങ്ങൾക്ക് അനുസ്യൂതം വിപുലപ്പെടുന്നൊരു കമ്പോളം കണ്ടുപിടിക്കേണ്ടതിന്റെ ആവശ്യം ബൂർഷ്വാസിയെ ഭൂമണ്ഡലമെങ്ങും ഓടിക്കുന്നു. അതാണ് അവന് ഓടിക്കുകയാണ് അവന്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ. അതിന് എല്ലായിടത്തും കൂട്ടുകൂടണം. നരേന്ദ്രമോദി ഇന്നലെ ഇസ്രായേൽ, ലോകത്തിലെ നിഷ്പക്ഷ രാഷ്ട്രങ്ങൾ, ജനാധിപത്യവാദികൾ തെമ്മാടി രാഷ്ട്രമെന്ന് കരുതുന്ന ഇസ്രായേലിലാണ് 2 ദിവസമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പുതിയ പുതിയ കരാറുകൾ ഒപ്പുവെക്കുകയാണ്. ആ കരാറുകളെല്ലാം ഒപ്പുവെക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താ? എല്ലായിടത്തും കൂട്ടുകൂടണം, എല്ലായിടത്തും പാർപ്പുറപ്പിക്കണം, എല്ലായിടത്തും ബന്ധങ്ങൾ സ്ഥാപിക്കണം. എന്തിന്? കോർപ്പറേറ്റുകൾക്ക്, ബൂർഷ്വാസിക്ക് അവന്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ. എന്ത് 100% ശരിമയോടുകൂടി മാർക്സ് പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ? ലോക കമ്പോളത്തെ ചൂഷണം ചെയ്യുന്നതിലൂടെ ബൂർഷ്വാസി ഓരോ രാജ്യത്തിലെയും ഉൽപാദനത്തിനും ഉപഭോഗത്തിനും ഒരു സാർവലൗകിക സ്വഭാവം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ സാധനങ്ങൾ വിറ്റഴിക്കുവാനും അവന്റെ മൂലധനം വർദ്ധിപ്പിക്കുവാനുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് പറയുകയല്ലേ? നോക്കണം, കേരളം NH 66,000 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് ആ NHന്റെ പണി പൂർത്തിയാക്കുന്നത്. ഒരു വശത്ത് മലയോര ഹൈവ, അതിന്റെ പണി തകൃതിയായി നടക്കുകയാണ്. മറുവശത്ത് തീരദേശ ഹൈവേ, അതിന്റെ പണി നന്നായി നടക്കുകയാണ്. ഇതെല്ലാം കൂടെ പൂർത്തീകരിച്ചു വന്നാൽ നമ്മളൊക്കെ ജനിച്ചു വളർന്ന ഗ്രാമങ്ങൾ, പഞ്ചായത്തുകൾ, അതിനെയൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഭൂത കണ്ണാടി വെച്ചിരിക്കണം. കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ, ബസ്സുകളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇറങ്ങേണ്ടുന്ന ഒരു പോയിന്റിൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരുന്നില്ലെങ്കിൽ പോയിന്റ് വിട്ടുപോകും. എന്ന് പറഞ്ഞാൽ കേരളത്തിലടക്കം ഇന്നില്ല, ഗ്രാമങ്ങളില്ല, എല്ലാം പട്ടണങ്ങളാവുകയാണ്, നഗരങ്ങളാവുകയാണ്.
ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാവും. ഇതെല്ലാം നമ്മൾ മറ്റൊരു കണ്ണുകൊണ്ട് വീക്ഷിക്കുമ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ബൂർഷ്വാസിക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും അവന്റെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഭൗതിക സാഹചര്യം ഒരിക്കലുമാണ്. ബൂർഷ്വാസി നഗരങ്ങളുടെ വാഴ്ചയ്ക്ക് ഗ്രാമങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വമ്പിച്ച നഗരങ്ങളെ സൃഷ്ടിക്കുകയും ഗ്രാമീണ ജനതയെ അപേക്ഷിച്ച് നഗരങ്ങളെ ജനസംഖ്യ ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് സിറ്റി നമുക്കറിയാലോ, ഏതെങ്കിലും പഞ്ചായത്ത് പ്രദേശത്തിൽ ജനിച്ച് അവിടെ വളർന്ന് അവിടെ പഠിച്ച് ജോലി കിട്ടി സിറ്റിയിൽ വരുന്ന ആളുകളൊന്നും തിരിച്ചു പോകുന്നില്ല. എന്ന് തന്നെയല്ല, ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എത്രയോ വർഷത്തിനു മുമ്പ്, നൂറ്റാണ്ടിനു മുമ്പ് ആര് പ്രയോഗിച്ചതാണ്? മാർസ് പ്രയോഗിച്ച കണ്ടുപിടുത്തങ്ങളാണ് എന്നതാണ് അതിന്റെ ശരിയായ രീതി. അതുപോലെ ഈ ബൂർഷ്വാസിയുടെ അന്ത്യം എങ്ങനെ? അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ ബൂർഷ്വാസി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടിമത്തത്തിലെ അടിമയെക്കാരും ഫ്യൂഡലിസത്തിലെ കുടിയാനക്കാരും മുതലാളിത്തത്തിലെ തൊഴിലാളിയാണ് വിപ്ലവകാരികളും പുരോഗമനകാരികളും. മാർസ് ഇതിനെ സംബന്ധിച്ച് നന്നായി പഠിച്ചിട്ട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് മാർസ് പറഞ്ഞു, ഈ തൊഴിലാളി വളർന്നുകൊണ്ടിരിക്കും. മുതലാളിത്തത്തിനകത്ത് തൊഴിലാളി വളർന്നുകൊണ്ടിരിക്കും. അവൻ വളരുക മാത്രമല്ല, ഈ മുതലാളിത്തത്തിന്റെ അന്ത്യം കുറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമായി അത് മാറും. ഈ മുതലാളിത്തം തന്നെ തൊഴിലാളിയുടെ കൈകളിൽ മുതലാളി അടിക്കാൻ വേണ്ടിയുള്ള വടിയടക്കം സംഭാവന ചെയ്യും. ഇങ്ങനെയാണ് മാർസ് പറഞ്ഞത്. സ്വന്തം മരണത്തെ വിളിച്ചു വരുത്താനുള്ള ആയുധങ്ങൾ ഊട്ടിയുണ്ടാക്കുക മാത്രമല്ല ബൂർഷ്വാസി ചെയ്തിരിക്കുന്നത്. അതാണ് മാർസിന്റെ പ്രയോഗം. കണ്ടില്ലേ? സ്വന്തം മരണത്തെ വിളിച്ചു വരുത്താനുള്ള ആയുധങ്ങൾ ഊട്ടിയുണ്ടാക്കുക മാത്രമല്ല ബൂർഷ്വാസി ചെയ്തിരിക്കുന്നത്. ഈ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുവാനുള്ള ആളുകളെ കൂടി, ആധുനിക തൊഴിലാളി വർഗത്തെ കൂടി മുതലാളിത്തം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുതലാളിത്തത്തിന്റെ കഥ ആര് കഴിക്കും? ഈ മുതലാളിത്തത്തിന്റെ കഥ തൊഴിലാളി വർഗം കഴിക്കും. ആ തൊഴിലാളി വർഗത്തെ ഈ മുതലാളി അടിക്കാൻ വേണ്ടിയുള്ള ആയുധം അടിയിക്കുന്ന ജോലിയടക്കം ആര് ചെയ്തുകൊണ്ടിരിക്കുക? മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളെ കാണേണ്ടത്. ഫ്യൂഡലിസത്തെ വെട്ടുവീഴ്ത്താൻ ബൂർഷ്വാസി ഉപയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെ ഇന്ന് ബൂർഷ്വാസിയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. തൊഴിലാളി വർഗത്തെ അവർ ഊട്ടി വളർത്തുകയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ മുതലാളി വർഗത്തിന്റെ അന്ത്യം ഇന്ത്യയിൽ ആര് കടിക്കണം? തൊഴിലാളി വർഗം കടിക്കണം. അപ്പോൾ തൊഴിലാളി വളർന്നാൽ അതിന്റെ അന്ത്യം എത്രയും പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ആ മുതലാളി വർഗം ചെയ്ത പണി എന്താ ഇന്ത്യയില്? ആ മുതലാളി വർഗം ഇന്ത്യക്കകത്ത് സ്വീകരിച്ചിരിക്കുന്ന ഒരു അടവെന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ ആ തൊഴിലാളി വർഗം ശക്തി പ്രാപിക്കണ്ട. പിന്നെ മുതലാളിത്തം വളർന്നാലല്ലേ തൊഴിലാളി വർഗം വളരൂ. അപ്പൊ മുതലാളിത്തം വളരുന്നുണ്ട്. പക്ഷെ അതിന്റെ വളർച്ച പൂർണ്ണതയിലെത്തണമെങ്കിൽ അതിനു മുമ്പ് ഇവിടെ നിലവിലിരിക്കുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്ന വ്യവസ്ഥയുടെ വേരിറക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പരിപാടിയിൽ പറയുന്ന ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം. ആ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കേണ്ടുന്ന കടമ, ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുതലാളി വർഗത്തിനാണ്. അങ്ങനെ മുതലാളി വർഗം ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിച്ച് മുതലാളിത്തമായാൽ അതിന്റെ അകത്ത് അവന്റെ ശത്രു എന്ന നിലയ്ക്ക് തൊഴിലാളി വളർന്നു വരും. അവൻ മുതലാളിയുടെ അന്ത്യം കഴിക്കും. ഇത് മനസ്സിലാക്കിയ മുതലാളി ഇന്ത്യക്കകത്ത് നടത്തിയിരിക്കുന്ന ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, അവൻ നശിപ്പിക്കേണ്ടിയിരുന്ന ഫ്യൂഡലിസവുമായി സന്ധി ചെയ്തുകൊണ്ട് അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മച്ചമ്പിബ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞു പോവുകയാണ്. അതാണ് ഇന്ത്യയില് കേരള ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജന്മിത്തം കൊടികുത്തി വാഴുന്നത്. ആ ജന്മിത്തത്തിന്റെ സൃഷ്ടിയാണ് ആ ജന്മിത്തത്തിന്റെ പശ്ചാത്തലമാണ് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തിയാകുന്ന BJPയുടെ RSSന്റെ വളർച്ചയ്ക്ക് സഹായകമാവുന്നത്.
അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വളരെ 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 വലുതാണ്. ആദ്യം അവൻ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ആദ്യം അവന് ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം. ആ ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ പൂർത്തീകരിക്കുന്നതിന് ഇന്ത്യയിൽ CPIM നിർദ്ദേശിച്ചിരിക്കുന്ന പരിപാടിയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം. തൊഴിലാളി വർഗത്തിന്റെ നേതൃത്വത്തിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും അണിനിരത്തി മറ്റ് ഇതര ജനവിഭാഗങ്ങളെയെല്ലാം അണിനിരത്തി നടത്തേണ്ടുന്ന ജനാധിപത്യ വിപ്ലവത്തിലേക്ക്, ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്കാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഈ രാജ്യത്തിലെ മുതലാളിത്ത ശക്തികൾ കൂട്ടം ചേർന്ന് നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. തൊഴിലാളികൾ വിജയിക്കും ചിലപ്പോ, പക്ഷേ തൽക്കാലത്തേക്ക് മാത്രം. അവർ നടത്തുന്ന പോരാട്ടങ്ങളുടെ യഥാർത്ഥ ഫലം കിടക്കുന്നത് അടിയന്തര നേട്ടങ്ങളിലല്ല, നേരെ മറിച്ച് തൊഴിലാളികളുടെ നിത്യേന വിപുലപ്പെടുന്ന യൂണിയനുകളിലാണ്, സംഘടനയിലാണ്. അപ്പൊ നമുക്കൊക്കെ ആകുലതയുണ്ടല്ലോ, വേകുലതയുണ്ടല്ലോ. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് 3-2 5 സീറ്റ്, 543 അല്ലേ? ഇത്രയും സീറ്റ് വെച്ച് ഇന്ത്യയിലെ എങ്ങനെയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുന്നത്? പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പണിമുടക്കത്തിൽ സെന്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് പറഞ്ഞിരിക്കുന്നത് 30 കോടി ആളുകൾ അണിനിരന്നു എന്നാണ് ഇന്ത്യയിൽ. മോശപ്പെട്ട നമ്പരൊന്നുമില്ല. അപ്പം 30 കോടിയോളം വരുന്ന ജനങ്ങൾ അണിനിരക്കുന്നു. ഇലക്ഷൻ വരുമ്പോൾ, അത് നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും, അതിനനുസൃതമായ വോട്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതിന്റെ മറുപടിയാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സമരങ്ങളിൽ തൊഴിലാളികൾ വിജയിക്കും, പക്ഷേ തൽക്കാലത്തേക്ക് മാത്രം. അവർ നടത്തുന്ന പോരാട്ടങ്ങളുടെ യഥാർത്ഥ ഫലം കിടക്കുന്നത് അടിയന്തര നേട്ടങ്ങളിലല്ല, മറിച്ചോ തൊഴിലാളികളുടെ നിത്യേന വിപുലപ്പെടുന്ന സംഘടനാ കരുത്തിലാണ്. ഇത്തരം പണിമുടക്കത്തിലൂടെ, ചെറുതും വലുതുമായ സമരങ്ങളിലൂടെ തൊഴിലാളി വർഗത്തിന്റെ ഇടയിൽ കൂടുതൽ കൂടുതൽ ഐക്യം സൃഷ്ടിച്ച് അതിനെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്ന പരിശ്രമമാണ് ഇന്ത്യയിലടക്കം തൊഴിലാളി വർഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിദാനമായി മാറിയിരിക്കുന്നത് മാർക്സിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് ബൂർഷ്വാസിക്ക് അഭിമുഖമായി നിൽക്കുന്ന എല്ലാ വർഗങ്ങളിലും വെച്ച് യഥാർത്ഥത്തിൽ വിപ്ലവകാരിയായ ഒരേ ഒരു വർഗം തൊഴിലാളി വർഗമാണ്. മാർക്സ് പറഞ്ഞിരിക്കുകയാണ്. ആധുനിക വ്യവസായത്തിന്റെ മുന്നിൽ മറ്റു വർഗങ്ങളെല്ലാം ക്ഷയിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. തൊഴിലാളി വർഗമാണ് അതിന്റെ സവിശേഷവും സാരവത്വമായ ഉൽപ്പന്നം. അപ്പോൾ തൊഴിലാളി വർഗത്തിനാണ് ഇവിടെ ഭാവി. ഇപ്പോഴത്തെ വേലിയിറക്കവും പിന്നോട്ടടിയുമെന്ന് നമ്മൾ കരുതണ്ട. തൊഴിലാളി വർഗം വിജയിച്ച് തന്നെ തീരും. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞ്, സർവ്വരാജ്യ തൊഴിലാളികളെ ഒന്നിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ നിങ്ങളുടെ കൈകാലുകളുടെ ചങ്ങലക്കെട്ടുകൾ മാത്രം. നേടിയെടുക്കാനുള്ളത് പുതിയൊരു ലോകവും എന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉപസംഹരിച്ചുകൊണ്ട് മാർക്സ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ചരിത്രത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളുടേതോ ന്യൂനപക്ഷ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതുമായ പ്രസ്ഥാനങ്ങളായിരുന്നു. തൊഴിലാളി പ്രസ്ഥാനമാകട്ടെ ബഹുഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തിന് വേണ്ടിയുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ സ്വതന്ത്രവും ബോധപൂർവമായ പ്രസ്ഥാനമാണ്. തൊഴിലാളി വർഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ ജാതി മതം അങ്ങനെയുള്ള ഒരു വേലിക്കെട്ടുമില്ല. തൊഴിലാളി വർഗത്തിന്റെ പൊതുവായ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തിയായി മുന്നോട്ടു പോകുക എന്ന് പറയുന്ന വേറെ ഒരു ലക്ഷ്യമല്ലാതെ തൊഴിലാളി വർഗത്തിനില്ല. ബൂർഷ്വാസിയുടെ നിലനിൽപ്പിനും ആധിപത്യത്തിനുമുള്ള അനുപേക്ഷണീയമായ ഉപാധി മൂലധനത്തിന്റെ രൂപീകരണവും വർധനവുമാണ്. ഇന്നിപ്പോൾ ആഗോളീകരണം എന്ന നിലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂലധനത്തിന്റെ വ്യാപനമാണ്. അതിങ്ങനെ ഓടി നടക്കുകയാണ്. മൂലധനത്തിന്റെ ഉപാധിയാകട്ടെ കൂലിവേലയും കൂലിവേല തൊഴിലാളികൾക്കിടയിലുള്ള മത്സരത്തെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്.
വ്യവസായത്തിന്റെ മുന്നേറ്റം ഇതിനറിയാതെ പ്രോത്സാഹിപ്പിക്കുന്നത് ബൂർഷ്വാസിയാണ്. മത്സര നിമിത്തമായ തൊഴിലാളികളുടെ തമ്മിലുള്ള അകൽച്ചയുടെ സ്ഥാനത്ത് സഹകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിപ്ലവകരമായ കൂട്ടുകെട്ടിനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ബൂർഷ്വാസി ഉൽപ്പാദിപ്പിക്കുകയും ഉൽപ്പന്നങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആധുനിക വ്യവസായത്തിന്റെ വികാസം തട്ടിമാറ്റുന്നു. അപ്പോ മുതലാളിത്തത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കരുതുന്നത് പോലെ ഉണ്ടായേ മതിയാവും. അത് അനിവാര്യമാണ്. മാർക്സ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുതലാളിത്തത്തിന്റെ നാശം അനിവാര്യമാണ് എന്നാണ് പറഞ്ഞത്. മുതലാളിത്തത്തിന്റെ നാശം അനിവാര്യം എന്ന് പറഞ്ഞ ഇത് നശിക്കുമല്ലോ, പിന്നെ നമ്മളെന്തിനാ കിടന്ന് വെയിൽ കൊള്ളുന്നേ എന്ന് പറഞ്ഞ് കുത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിരന്തരം പ്രവർത്തിക്കണം. നിരന്തരം പ്രവർത്തിച്ച് തൊഴിലാളി വർഗത്തെ കൂടുതൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ മാർക്സ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു മുന്നേറ്റം സംഘടിപ്പിക്കാനാവൂ. നോക്കണം, എല്ലാ രാജ്യങ്ങളിലുള്ള ജനാധിപത്യ പാർട്ടികൾ തമ്മിൽ യോജിപ്പും ധാരണയും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് എല്ലായിടത്തും പരിശ്രമിക്കുക. എല്ലാ രാജ്യങ്ങളിലുള്ള ജനാധിപത്യ പാർട്ടികൾ തമ്മിൽ യോജിപ്പും ധാരണയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ഓടി നടക്കുന്നത്. അതേ എല്ലാ രാജ്യങ്ങളിലും പോവുകയല്ലേ, പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയല്ലേ, ക്വാഡ് ഉണ്ടാക്കുന്നു, ബ്രിക്സ് ഉണ്ടാക്കുന്നു, G7 എന്നുള്ളത് G20+ ആവുന്നു അല്ലേ, ഇതെല്ലാം വരികയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ കൂട്ടുകെട്ടുകളടക്കം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് മാർക്സ് പറഞ്ഞത്, നിലവിലുള്ള സാമൂഹ്യ ഉപാധികളെ ആകെ ബലം പ്രയോഗിച്ച് മറിച്ചിട്ടാൽ മാത്രമേ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനാവൂ എന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ ഓർത്ത് ഭരണാധികാരികൾ കിടിലം കൊള്ളട്ടെ. തൊഴിലാളികൾക്ക് സ്വന്തം ചങ്ങലക്കെട്ടുകളല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് നേടാനോ ഒരു ലോകമുണ്ട് താനും. സർവ്വരാജ്യ തൊഴിലാളികളെ ഏകോപിപ്പിക്കുവിൻ, ഒന്നിക്കുവിൻ എന്നാണ് മാർക്സ് പറഞ്ഞത്. അപ്പൊ ഈ മാർക്സ് തയ്യാറാക്കിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് എന്തെങ്കിലും നാശം ഉണ്ടാവൂ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ പരികൽപ്പനകൾ അവർക്ക് ഇനി ആർക്കും മാറ്റാൻ കഴിയില്ല. അതൊരു ഭൗതിക ശക്തിയായി, ഭൗതിക ആശയമായി ഈ ലോകത്തിലെ എല്ലാ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും സ്വീകരിച്ചിരിക്കുകയാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ രാജ്യത്തിലെയും ഭൗതികമായ സാഹചര്യത്തിനനുസരിച്ച് ഈ ആശയത്തെ വിപുലപ്പെടുത്തുവാനും നടപ്പിലാക്കുവാനും വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹകളെ അഭിവാദനങ്ങൾ.